റിയാദിൽ ഒരുപാട് സംഘടനകൾ. ആ സംഘടനയ്ക്ക് വ്യക്തമായിട്ട് നമ്മൾ ഈ മെക്സവനെ കണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തര അനുഭവങ്ങൾ നമ്മളെല്ലാം കോൺയച്ചുമാരാണ് അവരുടെ നമ്മളോട് പറയും, അവരുടെ അനുഭവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പേഴ്സണലായിട്ട് അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് അവർ അനുഭവങ്ങളോട് പങ്കുവച്ചത്. ഇവിടെ മെക്സവൻ എൻ്റെ ചുരുക്കം നാളുകൊണ്ട് ഏകദേശം മറ്റുള്ള സംഘടന അപേക്ഷിച്ച് ഏറ്റവും പെട്ടെന്ന് വലുതാകുകയും ഒരുപാട് യൂണിറ്റുകൾ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമുക്ക് ഈ നാട്ടിൽ നിന്ന് നമ്മുടെ സലാഹുദ്ദീൻ സാറ് അടുത്തത് വരും, നമ്മുടെ വിദേശം പറയുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ 1000 മെമ്പേഴ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളെ സലാഹുദ്ദീൻ സാറിൻ്റെ ലക്ഷ്യം നമ്മൾ നടത്താം. അതിനൊക്കെ സഹായം ആവശ്യമാണ്. ഞാൻ എല്ലായിടത്തും ഞാനുള്ള ഒട്ടുമിക്ക സംഘടനകളുണ്ട്, ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് എന്നെ ഈ മെക്സൈനിലേക്ക് കൊണ്ടുവന്നത് സ്റ്റാലിനാണ്. സ്റ്റാലിൻ ഞാനിവിടെ മിക്കുള്ള സംഘടനകളുണ്ട്, അതോടൊപ്പം കൊടുക്കാം ഇവർക്ക് ഒരുപാട്. കാരണം ഇവരെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ റൂമിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നതുമില്ല. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പറയുന്നു, ചിലപ്പോൾ പല ടെൻഷൻ കാണും. ഇനിയിപ്പം കാലാവസ്ഥ വരാൻ പോകും. കാരണം ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള സംഘടനയൊക്കെ ആയിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്ന ഇപ്പം ഇന്നലെ തന്നെ ഒരു 2-3 ദിവസം മുമ്പ് റൂമിൽ ബാത്റൂമിൽ പെട്ടെന്നൊരു ഇതോടെ സ്ട്രോക്കായിട്ട് വരികയും മറിയുകയും ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു. ശ്രീമാൻ ഹോസ്പിറ്റലിൽ വരികയും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് നമ്മളെ പ്രവാസികളാണ്, ഒരുപാട് ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളാണ്. അതിൽ നിന്നൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ സഹകരിക്കണം. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെയൊക്കെ പ്രവർത്തനം ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. നമുക്ക് ഭക്ഷണം